റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സാധാരണ ചിലർ നോക്കില്ല ഇത്. നമ്മൾ ഈ മെയിൻ റോഡിൽ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം, ഫ്രണ്ടിൽ ഓപ്പോസിറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ പറ്റും. ഇത് ട്രാഫിക് റൂൾസുള്ള ഒരു മനുഷ്യനും പക്ഷെ ശ്രദ്ധിക്കാറില്ല. ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ അത്രയും പ്രശ്നമില്ല, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മറ്റേ പുറകിടെ തന്നെ വണ്ടിക്ക് റൈറ്റിൽ കൂടെ പോകാൻ പറ്റും. ലെഫ്റ്റ് ടേൺ സേഫാണ് കുറച്ചുകൂടെ. റൈറ്റ് ടേൺ എപ്പോഴും ചെയ്യുമ്പോൾ ബാക്കിൽ കൂടെ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് പ്രിഫറൻസ് ഓപ്പോസിറ്റ് പോകുന്ന വണ്ടിക്കാർക്കാണ്, സെക്കൻഡ് പ്രിഫറൻസ് ബാക്കിൽ കൂടെ, തേർഡ് പ്രിഫറൻസ് ആണ് നമുക്കുള്ളത്. ഇതാരും ചെയ്യാറില്ല. ഇതാ ട്രാഫിക് എക്സാമിന് വേണ്ടി എഴുതിയിരുന്നല്ലാതെ അത് കഴിഞ്ഞ് ഇതാരും റോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. ശരിക്കും അവനവൻ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോകാം. പക്ഷെ മിക്ക ആളുകളും കറക്റ്റ് ആ സമയത്തിന് ഇറങ്ങില്ല. 15 മിനിറ്റ് ലേറ്റായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ പരാക്രമമാണ് റോഡിലേക്ക് ഇറങ്ങി കാണിക്കുന്നത്. ആദ്യം ഓണടിക്കാൻ വേണ്ട വരുന്നത് ആളുകൾ വട്ടം കയറാൻ നോക്കുമ്പോഴാണ്. കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഓണടി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ലൈൻ ട്രാഫിക് അല്ലേ, ഇങ്ങനെ വട്ടം കയറുന്ന പരിപാടി വിദേശ രാജ്യങ്ങളിലില്ല. അവിടെ ഈ വട്ടം കയറുന്ന പരിപാടിയില്ല, കാരണം എല്ലാ സ്ഥലത്തും ട്രാഫിക് സിഗ്നൽസും അത് ഇതും ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ജംഗ്ഷനിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ എല്ലാ സ്ഥലത്തും ട്രാഫിക് സിഗ്നലുണ്ട്. അപ്പോൾ ആളുകൾ വട്ടം കയറുന്ന പരിപാടിയില്ല. ഇന്ത്യയിലധികം ഓണടിക്കേണ്ട വരുന്നത് ആളുകൾ വട്ടം ചാടുന്നതുകൊണ്ടാണ്.
70 കിലോമീറ്റേഴ്സ് അലൗഡാണ് ഇവിടെയുള്ള പിടി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു 60ക്ക് മേലെ സേഫ് അല്ല 4 വീലർ. 60 കിലോമീറ്ററിന് മേലെ 4 വീലർ സേഫ് അല്ല ഈ റോഡുകളിൽ. 70 എന്നൊക്കെ കാര്യം ഒരു ഒഫീഷ്യലായിട്ട് പറയുമെങ്കിൽ 60ക്ക് മേലെ സേഫ് അല്ല. ബൈക്ക് 50 ഓക്കെയാണ്, അത് റൈറ്റ് സ്പീഡാണ്. 50 കിലോമീറ്ററാണ് നോർമൽ PWD റോഡിൽ. അത് ഓക്കെയാണ്.